സത്യ പറഞ്ഞത്. സത്യ പറഞ്ഞത്. അതെ മണി പറഞ്ഞതേ, മണി 50 ലക്ഷം റുപ്യ സൈനുദ്ദീന് കൊടുക്കാൻ വേണ്ടിട്ട്. സൈനുദ്ദീന് 50 ലക്ഷം കൊടുക്കണം. അപ്പൊ സൈനുദ്ദീൻ മണിയുടെ പൈസ സൈനുദ്ദീൻ ഗോപി എടുത്താണ് കാര്യമായിട്ട്. ഗോപിയുടെ ഫോൺ എടുക്കുമ്പോ കട്ടാക്കണം കേട്ടോ. എന്റെ ഫോൺ എടുത്താലും കട്ടാക്കും. വെയിറ്റിംഗ് ആണേ, വെയിറ്റിംഗ് ആണ് ഇപ്പൊ. 3 ലക്ഷം. അതെ ഉണ്ണിയേ, അതെ ഗോപിയേട്ടനോട് ഇന്നലെ ഞാൻ പറഞ്ഞേ, ഗോപിയേട്ടൻ പറഞ്ഞ ജാക്കിക്ക് പൈസ കൊടുക്കാണ്ട് പറഞ്ഞിട്ട് ഒരു 5 ലക്ഷം കൊടുക്കാണ്ട് ഈ തൽക്കാലം എന്ത് ചെയ്തിട്ട് 1.5 ലക്ഷം പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ചെക്ക് വേഗം എടുത്തിട്ട് അതിൽ ഒപ്പിട്ട് കൊടുത്തു. മൂപ്പര് ഇന്നലെ അത് ഇവിടെ കൂട്ടിനോട് ആരെയെ കൊണ്ട് അതുള്ളത് 3 ലക്ഷം ആക്കിയിട്ട് അവിടെ നിന്ന് എടുത്തു. അപ്പോൾ ആളെ വിളിച്ചാൽ കിട്ടുന്നില്ല. ഇപ്പം ഞാൻ മൂപ്പര് അന്വേഷിച്ച് എത്താനും പോയി, ഇവിടെയൊക്കെ പോയി. അപ്പോൾ ജാക്കിയേട്ടനാണെങ്കിൽ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിതപ്പോൾ വരാ പറഞ്ഞു. അപ്പോൾ ഗോപിയുടെ ഫോൺ എടുക്കണില്ല. അപ്പോൾ ആ പൈസ ആള് കൊടുത്തു എന്നാ പറഞ്ഞത്. ഞാൻ ജാക്കിക്ക് കൊടുക്കുകയാണെങ്കിൽ. അതെ, പിന്നെ ഈ ഗോപി ഇപ്പൊ പിന്നെ ഇന്നലെ മേടിച്ചിട്ട് 3 ലക്ഷം റുപ്യ ഇനി വേലാവിന് 5 ലക്ഷം കൊടുക്കാണ്ട് പറഞ്ഞിട്ടാണ് മേടിച്ചെടുക്കുക. 5 ലക്ഷം തരാണ്ട്. പക്ഷെ അതിപ്പം 4 ദിവസം മുമ്പ് ശിവനും ഗോപിയും കൂടി ഉള്ളപ്പോൾ ഞാൻ ഗോപി ആദ്യം തന്നെ കള്ളത്തരാ പറഞ്ഞത്. ഗോപി പിന്നെ ശിവന്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് 5 ലക്ഷം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശിവന്റെ ഇവിടെ വന്നിട്ട് ആ പ്രശ്നം ആദ്യത്തെ പൈസ കൊടുത്തത് ഗോപിനെ വിളിക്കുക. അപ്പോൾ ഗോപി അന്ന് പിന്നെ നമ്മുടെ സുരേഷ് പണിക്കരുടെ അടുത്ത് അവിടെ ഒരു പൂജ നടക്കുന്ന സമയത്ത് അവിടെ ഇരുന്നു. അപ്പൊ അവിടുന്ന് വരാൻ പറ്റിയില്ല ഗോപിക്ക് വിളിക്കുമ്പോൾ. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ സംഭവം. ഇപ്പൊ ഇന്നലെ പിന്നെ എനിക്ക് തരാനാന്ന് പറഞ്ഞിട്ട് ജയത്തിന്റെ അടുത്ത് പോയിട്ട് പൈസ ചെക്ക് കൊടുത്ത് ഇയാള് ആ ചെക്ക് ഡബിൾ ആക്കിയിട്ട് 3 ലക്ഷം ആക്കി വാങ്ങി പൈസ. അവന്റെ അടുത്ത് ഇപ്പൊ ഒരു 9 ലക്ഷം റുപ്യ ഇപ്പൊ ഉണ്ടെന്നാണ് സുരേഷ് ചേട്ടൻ പറയുന്നത്. സന്തോഷ് പണിക്കര്. സുരേഷ് പണിക്കര് എന്താണ്? ഇവിടെ ഉണ്ട് ഇപ്പൊ ആളുണ്ട്. അപ്പൊ പിന്നെ അല്ല ഇവനൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കുക? പിന്നെ കിട്ടിയിട്ട് എവിടെയുണ്ട് ഒന്ന് അന്വേഷിച്ചിട്ട് പിന്നെ പണിക്കരിക്കൊന്നും വിളിക്കട്ടാ. ഫോണിലും ഇല്ല. അതല്ലേ ഇപ്പൊ അവനറിയാലപ്പോ ഈ സംഭവം എല്ലാവരും. അവൻ ഇപ്പൊ ആമ്പലൂരിൽ പോയി നിൽക്കുന്നുണ്ടോ? അവന്റെ മകളുടെ വീട്ടില് അവിടെ ഉണ്ടാവില്ല. അവിടെ അവന് പമ്പുണ്ട്. അതല്ലെങ്കിൽ പിന്നെ അവൻ അവിടെ ശങ്കരന്റെ അടുത്ത് പോയി നിൽക്കുവോ? ശങ്കരന്റെ വീട്ടിൽ പോയിരിക്കുവോ? ശങ്കരന്റെ വീട്ടിൽ പോയിരിക്കും അല്ലേ? അല്ല അതല്ല, അവിടെ ഇരിക്കാൻ പറ്റില്ല. അവിടെ മെട്രോന്റെ അവിടെ ഇരിക്കാൻ പറ്റില്ല. അവന്റെ പിന്നെ ശങ്കരന്റെ വീടുണ്ടല്ലോ, പിന്നെ പെരിങ്ങോട് അവിടെ പോയിരിക്കണ്ടാണോ? അതൊന്നും സംശയമുണ്ട്. എന്തായാലും ഇന്ന് പിടിക്കണം. എന്നും നാളായിട്ട് പിടിക്കണമാണ് ഗോപിനെ കേട്ടാ. രാത്രിയെങ്കിലും എന്തേ മെസ്സേജ് ഉണ്ടെങ്കിലും വിളിച്ചിട്ടാ. ഏത് നമ്പറിലാണ്? ഗോപി വിളിക്കണ്ട്. ഒരു മിനിറ്റ്. ഹലോ, ഇവിടെ പൊന്നറയിലുണ്ട്. പൈസ എവിടെയാണോ? ഞാൻ എന്നെ കണ്ട എന്റെ മോന്തയ്ക്ക് 2 തരും. 9 വരെ അങ്ങോട്ട് വേണം. പൈസ മേടിച്ചിട്ട് കള്ളപ്പന്നി എന്താണ് കള്ളത്തന്നെ പറഞ്ഞ് നടക്കുന്നു. 9 വരെ ഇങ്ങോട്ട് വേണമെങ്കിൽ ഞാൻ കൂറ്റാട്ടിലേക്ക് പ്രാന്താക്കി തരാം. ഞാൻ പ്രാന്താക്കി തരാണെങ്കിൽ എന്റെ പേരിൽ പൈസ വാങ്ങിയിട്ട് മുന്നിൽ നടക്കണം. പന്നി ഇങ്ങോട്ട് വേണം. ഈ പൈസ ഇങ്ങോട്ട് വാ. നീ എവിടെയാണ്? എന്റെ വീട്ടിലുണ്ടോ? ആളൊക്കെ പ്രാന്തിയെ കാണിച്ചാൽ ഇവിടെ പണിക്കരുത് സന്തോഷ് പണിക്കരുത് പൈസ വാങ്ങിയിട്ട് ഈ വേലാതേട്ട് കൊടുക്കാനാണ്. തേങ്ങയെന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിയിട്ട് ചെക്കും വാങ്ങിയിട്ട് 9 മണിക്ക് ഇന്നൊക്കെ ചൂടാക്കിട്ട് ഞാൻ ആകെ പ്രാന്ത് പിടിച്ചിട്ടുള്ളത്. എനിക്ക് പ്രാന്ത് നെക്കിയിട്ട് വാടാ പറഞ്ഞു. അവനോട് വർത്താനം പറഞ്ഞ കാര്യമാണ് കേട്ടത്. ഇങ്ങോട്ട് വായേ, ഇങ്ങോട്ട് വാ. ഭ്രാന്തൻ ഇങ്ങോട്ട് വാടകയേ, ഇങ്ങോട്ട് വാട. എനിക്ക് വന്നിട്ട് സംഭവം നേരിട്ട് പറ. ആണുങ്ങളെ പോലെ ഇങ്ങോട്ട് പറയാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാട. ഭ്രാന്ത് ഞാൻ മാറ്റി തരാം. ഞാൻ ഭ്രാന്ത് ഇപ്പൊ ഞാൻ മാറ്റി തരാം. ഇങ്ങോട്ട് വായി. ഇജ്ജ് എവിടെയാണത്? എന്ത്
ഇന്നലെ നായിന്റെ വരെ പറയുന്നത് എന്താ ഇങ്ങോട്ട് വാളയ്യേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വായെന്ന് അനക്ക് ഭ്രാന്ത് എനിക്കല്ലേ ഭ്രാന്ത് ഇപ്പോ എടാ പന്നിയുടെ മോനെ ഇങ്ങോട്ട് വാ നായിന്റെ മോനെ ഇങ്ങോട്ട് വാ ഇപ്പൊ ഏത് നമ്പറിലാണ് വിളിക്കണേ എനിക്ക് ഏത് നമ്പറിലാണ് വിളിക്കണേ ആ നായിന്റെ മോനെ എന്റെ നമ്പറിലാണ് വിളിക്കണ നായിന്റെ മോനെ എടാ പന്നി എടാ ആണുങ്ങളെ ആണെങ്കിൽ ഇങ്ങോട്ട് വാ ആണുങ്ങളാണെങ്കിൽ ഇങ്ങോട്ട് വാ എന്നിട്ട് ഇവിടെ വന്നിട്ട് സംസാരിക്കേ അപ്പൊ കാണിച്ചു തരാം എനിക്ക് ആ ഞാൻ ആരാ എന്താണ്